10 ദിവസം കൊണ്ട് ബ്രിട്ടീഷ് ടച്ച് ഇതിങ്ങനെ ആവും, ഇംഗ്ലീഷ്കാരെ പോലെ വെറുതെ പാറ്. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഈ കാണിച്ച പോലത്തെ ഉടായിപ്പ് ക്രീമുകൾ വാങ്ങി തേച്ച് പണി മേടിച്ച് കൂട്ടാതെ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് നല്ല അടിപൊളി സ്കിൻ ക്രീം എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും തന്നെ അറിയാം, ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് അലോവേര. വലിയ ഒരുപാട് കമ്പനികൾ സോപ്പ് നിർമ്മാണത്തിനും ക്രീം നിർമ്മാണത്തിനും എല്ലാം തന്നെ അലോവേര യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ പരസ്യങ്ങളിൽ പോലും മുൻപന്തിയിൽ എടുത്തു പറയുന്ന ഒരു ചെടി തന്നെയാണ് അലോവേര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയധികം ഗുണങ്ങളുള്ള അലോവേര നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പോലും അലോവേരയുടെ ക്രീം നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇതില്ലെങ്കിൽ നട്ടുപിടിപ്പിക്കുക, പെട്ടെന്ന് തന്നെ വളരുന്നതാണ്, പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകളും വരുന്നതാണ്. ഇത് ഉണ്ടാക്കി തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാങ്ങ, തേങ്ങ, ചക്ക വെളുത്തിട്ട് പാറാം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ വെയിൽ കൊണ്ടിട്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ നിറം മങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാനും കറുത്ത പാടുകളും മുഖക്കുരുവും എല്ലാം മാറി സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നതാണ്. മുഖത്ത് മാത്രമല്ല, സ്കിന്നിൽ എവിടെ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കെമിക്കലും ഇല്ലാതെ അലോവേര ജെല്ലി ക്രീം നിങ്ങൾക്ക് തന്നെ എങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ജെല്ലാണോ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് അലോവേര കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. അതിനുശേഷം മൂട് ഭാഗം കമുത്തി എവിടെയെങ്കിലും കൊണ്ട് വെക്കുക. ഇതിൻ്റെ ഉള്ളിലെ മഞ്ഞ കറ പോകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ അലോവേര കട്ട് ചെയ്ത് ജെല്ല് പുറത്തെടുക്കേണ്ടതാണ്. അലോവേരയിൽ നിന്ന് ജെല്ലെടുത്ത് ഇതേപോലെ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച അലോവേരയുടെ ജെല്ലെല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം കഴുകി മറ്റൊരു വൃത്തിയുള്ള പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലോണം ഒന്ന് അടിച്ച് നല്ല ജ്യൂസ് പരുവത്തിനാക്കി എടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അലോവേര നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ യൂസ് ചെയ്തുകൊണ്ട് ഫുള്ളൊന്ന് അരിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മറ്റൊരു പ്രൊഡക്റ്റാണ് കോൺഫ്ലവർ. ഇത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ അലോവേര ജെല്ല് പരുവമായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ജെലാറ്റിനും ചേർക്കാവുന്നതാണ്. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അലോവേരയിൽ നിന്നും കുറച്ചെടുത്ത് ഈ ഒരു പൊടിയൊന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്.
ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് ഇതേപോലെ തന്നെ എടുക്കുക. ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് നമ്മുടെ അലോവേരയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം റോസ് വാട്ടറും ഗ്ലിസറിനും ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കേണ്ടതാണ്. അലോവേര ജെല്ല് ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം മറ്റൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അലോവേരയുടെ മിക്സ് എടുത്തതിന് ശേഷം ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. നല്ലോണം ഒന്ന് കുറുകി വരുന്നത് വരെ ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് നമ്മുടെ അലോവേര ജെല്ലി ഈ ഒരു പരുവത്തിലാണ് കുറുകി വരേണ്ടത്. അതിനുശേഷം നമുക്കിത് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി വിറ്റാമിൻ ഇ ഗുളിക 2 ചേർത്ത് കൊടുക്കേണ്ടതാണ്. വിറ്റാമിൻ ഇ ഗുളിക എല്ലാ മെഡിക്കൽ സ്റ്റോറിലും നിങ്ങൾക്ക് വാങ്ങുവാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നതാണ്. ഇതുകൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇതിൻ്റെ ചൂട് നല്ലോണം ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ട് ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ചൂട് നല്ലോണം ഒന്ന് ആറി വന്നാൽ മാത്രമേ ഇത് നല്ല ജെല്ല് പരുവത്തിലായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നല്ല ജെല്ല് പരുവത്തിലായിട്ട് നമ്മുടെ ക്രീം തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എയർ കയറാതെ നല്ലോണം അടച്ചു വെക്കാൻ പറ്റിയ പാകത്തിനുള്ള ഡപ്പികളിലേക്ക് ഇത് മാറ്റേണ്ടതാണ്. ഇത് കുറേ നാളധികം നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ഓരോ തവണ യൂസ് ചെയ്തതിന് ശേഷവും നല്ലോണം അടച്ചു തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കുറേ നാൾ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ലഭിക്കുന്നത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.